മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രം സംബന്ധിച്ച കേസിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് ആശ്വാസം. വിൽപത്രത്തിലെ ഒപ്പ് ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് ഫോറൻസിക് പരിശോധനാ ഫലം. കെ.ബി. ഗണേഷ് കുമാർ കള്ള ഒപ്പിട്ടിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ടറിന് ലഭിച്ചു. സ്വത്ത് ഗണേഷ് കുമാറിന് നൽകിയത് സഹോദരി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊട്ടാരക്കര കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് പരിശോധന നടത്തിയത്. ആർ റോഷിപാൽ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു ആശ്വാസ വാർത്തയാണല്ലോ. വിൽപത്രത്തിലെ ഒപ്പ് അത് സാക്ഷാൽ ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണ് എന്ന് തെളിയുകയല്ലേ? സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഒന്ന് നേരത്തെ തന്നെ നമുക്കറിയാം, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൾ ഉഷ മോഹൻദാസാണ് ഈ വിൽപത്രത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ഇരുവരും, ഗണേഷ് കുമാറും ഉഷ മോഹൻദാസും തമ്മിലുള്ള ഈ സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് അത് നിയമക്കുരുക്കിലേക്ക് എത്തിയതും. തുടർന്ന് ഈ വിൽപത്രം, ഗണേഷ് കുമാറിന് സ്വത്ത് പങ്കുവെച്ചുള്ള ആ വിൽപത്രം അത് വ്യാജമാണ്, അതിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് വ്യാജമാണെന്ന വാദമായിരുന്നു ഉഷ മോഹൻദാസിൻ്റേത്. കാരണം അന്ന് ഈ വിൽപത്രം തയ്യാറാക്കുന്ന സമയത്ത് ഈ ആർ ബാലകൃഷ്ണപിള്ള കിടപ്പ് രോഗിയായിരുന്നു. ആ സമയത്ത് ഒരു കാരണവശാലും ഒപ്പുവെക്കാൻ കഴിയില്ല എന്ന വാദം കോടതിയിൽ ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര കോടതി ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒപ്പ് വിധേയമാക്കാനുള്ള നിർദ്ദേശം ഫോറൻസിക് വിഭാഗത്തിന് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ കൈമാറി. തുടർന്ന് ബാലകൃഷ്ണപിള്ള നേരത്തെ മന്ത്രിയായിരുന്നപ്പോൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ഒപ്പുകൾ അതും താരതമ്യം ചെയ്തുകൊണ്ട് പരിശോധന പൂർത്തിയാക്കി. ഇന്നലെയാണ് ഫോറൻസിക് വിഭാഗം റിപ്പോർട്ട് കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ ഈ ഒപ്പ് ആർ ബാലകൃഷ്ണപിള്ളയുടെ അത് സ്ഥിരീകരിക്കുന്നു. ഇതോടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് ആശ്വാസമാണ്. ആ വിൽപത്രം വ്യാജ വിൽപത്രമല്ല എന്ന ഈ ഒപ്പ് യഥാർത്ഥ ഒപ്പാണെന്ന് സ്ഥിരീകരിച്ചതോടെ തെളിയുകയാണ്. ഏതായാലും നേരത്തെ മന്ത്രിസ്ഥാനം ആദ്യ ഘട്ടത്തിൽ 2.5 വർഷം ആദ്യ റൗണ്ടിൽ ലഭിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഉഷ മോഹൻദാസ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയായിരുന്നു. വ്യാജ വിൽപത്രം ഗണേഷ് കുമാർ സൃഷ്ടിച്ചുവെന്ന പരാതി അത് നൽകിയതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിലേക്ക് ഗണേഷ് കുമാറിനെ ഉൾപ്പെടുത്താതിരുന്നത്. ഏതായാലും ഗണേഷ് കുമാറിന് വലിയ ആശ്വാസമാണ് ഈ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. സുജയ, റോഷിപാൽ, ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പ്രതികരണം എന്തെങ്കിലും വന്നിരുന്നോ ഈ ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ? സുജയ, മന്ത്രിയുടെ പ്രതികരണം ലഭിച്ചിട്ടില്ല. നമുക്ക് അല്പസമയത്തിനകം തന്നെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭിക്കും. കാരണം വലിയ രീതിയിൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ വലിയ പ്രചാരണം UDF നടത്തിയിരുന്നു. ഈ സ്വത്തുമായി ബന്ധപ്പെട്ട് വ്യാജ വിൽപത്രം ഗണേഷ് കുമാർ സൃഷ്ടിച്ചു, ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് വ്യാജമാണെന്നടക്കമുള്ള ഉഷ മോഹൻദാസിന്റെ പരാതി പ്രതിപക്ഷം അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ നിയമസഭയിൽ ഉൾപ്പെടെ അത് വിഷയം എത്തിയതാണ്. അങ്ങനെ വലിയ വിവാദമായി നിന്ന വിഷയം, അതിൽ ഗണേഷ് കുമാറിന് അനുകൂലമായ ഒരു ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തെ നമ്മൾ ടെലിഫോണിൽ ട്രൈ ചെയ്തു, പക്ഷേ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. റോഷിപാലിലൂടെ നമുക്ക് ആ പ്രതികരണത്തിലേക്കും എത്തിച്ചേരാം.